ഹായ് വെൽക്കം. ക്യാൻവ ബേസിക് ടു അഡ്വാൻസ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഡൗട്ടുകളാണ്. സാധാരണ രീതിയിൽ നമ്മൾ ക്യാൻവക്കകത്ത് ഡിസൈൻ ചെയ്യുന്ന പോസ്റ്റേഴ്സിൻ്റെ സൈസുകൾ ഡിഫാൾട്ടായിട്ട് ക്യാൻവ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് ഡിസൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് 940x788, എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൻ്റെത് അതേപോലെ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ 1080x1080, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടേത് എല്ലാത്തിൻ്റെയും ഡിഫാൾട്ടായിട്ട് ക്യാൻവ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ള നമുക്കനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്ററിൻ്റെ സൈസ് എങ്ങനെയാണ് ക്യാൻവയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻവയിൽ നമ്മൾ ക്രിയേറ്റ് ഡിസൈൻ എടുക്കുക. ക്രിയേറ്റ് ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ കസ്റ്റം സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഡിസൈന് താഴത്ത് നേരെ കസ്റ്റം സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മുമ്പോട്ടേക്ക് പോകും. ഞാനിവിടെ കസ്റ്റം സൈസ് എടുക്കുകയാണ്. കസ്റ്റം സൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വിഡ്ത്തും ഹൈറ്റും നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണം 1080 വിഡ്ത്തും 1080 ഹൈറ്റും കൊടുക്കാം. അതിനുശേഷം സെൻറ്റിമീറ്റർ ആണോ പിക്സ് ആണോ എന്താണോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതെപ്പോഴും 1080 ഈ ഒരു സൈസിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഡയമെൻഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ പിക്സ് ആണോ ഇഞ്ചാണോ മില്ലിമീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ ഈ കാര്യങ്ങൾ നമുക്കനുസരിച്ച് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു 10 ഹൈറ്റും വരുന്ന ഇഞ്ചസ് വരുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ PX മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഇഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്തു തരും. ഇനി 10 പോയിൻറ്റ് സംതിങ് ആ രീതിയിലൊക്കെ വെക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനൊരു 1080 ഒരു 788 ഈ റേഞ്ചിൽ ഉള്ള ഒരു പിക്സൽ ഫോർമാറ്റിലൊരു സംഭവം ഞാൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഞ്ചിൽ എടുക്കുകയാണ്, മീറ്ററിൽ എടുക്കുകയാണ്. നമുക്ക് ഏതാണോ സൈസ് ആവശ്യമുള്ളത് ആ സൈസ് കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ഡയമെൻഷൻ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10.5. ഇത് നോർമൽ ഉണ്ടാകുന്ന ഈ ഒരു സൈസിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഡയമെൻഷൻസ് പോകാൻ പാടില്ല എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ ആ ഒരു പിക്ചേഴ്സിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഞാനൊരു കസ്റ്റം സൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഒരു കസ്റ്റം സൈസ് ഓക്കെ, ഒരു പിക്സ് രീതിയിലേക്ക് ഒരു കസ്റ്റം സൈസ് ഞാൻ സെലക്ട് ചെയ്യണം. 1080 ഓക്കെ, ഒരു 940 ഓക്കെ, ഈ റേഞ്ചിൽ പിക്സൽ വെച്ചിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ക്യാൻവാസ് റൈറ്റ് ഭാഗത്ത് വരും. ഇടത് ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറച്ച് ടൂൾസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ സൈസിനകത്ത് വെച്ചിട്ട് എനിക്ക് എത്രയാണോ സൈസ് ആവശ്യം, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിനകത്താണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പോസ്റ്റിനനുസരിച്ചുള്ള സൈസിനകത്ത് ഇവിടെ ഇപ്പോൾ നമുക്ക് ലോഗോ ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ സൈസിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സൈസ് നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്യാൻവയുടെ പ്രീമിയം വേർഷൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്കിത് ചെയ്ത് പഠിച്ച് ഒന്നിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.